അനുപമേ, ഫോമോ സിൻഡ്രോമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, എന്താണത്? ഫോമോ സിൻഡ്രോം എന്ന് പറയുന്നത് കുറച്ചധികം കാലങ്ങളായി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു പ്രശ്നം തന്നെയാണ്. മേ ബി എനിക്കും അനുഭവമിക്കും ഒക്കെ ഉള്ള ഒരു പ്രശ്നമായിരിക്കാം. കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ സ്റ്റോറി ഒക്കെ കാണുമ്പോൾ, ഇപ്പോൾ ഒരാൾ ഭക്ഷണം കഴിക്കുക, അൽഫാം കഴിക്കുന്ന ഒരു വീഡിയോ കാണാം. അപ്പോൾ അൽഫാം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാരെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറില്ലേ? ഒപ്പം തന്നെ ചില ആൾക്കാർ ഇപ്പോൾ യാത്രകൾ പോവുകയാണ്, കാശ്മീരിലേക്ക് ഒരു യാത്ര പോവുകയാണെന്ന് വിചാരിക്കും. അപ്പൊ അതിന്റെ സ്റ്റാറ്റസുകളൊക്കെ നമ്മളൊക്കെ ഇവിടെ ഇരിക്കും, ഇവരൊക്കെ കാശ്മീരിൽ പോവാ, നമുക്ക് പോവാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമുക്കും പോവാമായിരുന്നു, അല്ലെങ്കിൽ പോവണം എന്നുള്ളൊരു തോന്നല്. ഇങ്ങനെ തോന്നലുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. ഇതിനെയാണ് ഫോമോ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. മറ്റൊരാളുടെ കാര്യങ്ങളിൽ നമ്മൾ അട്രാക്റ്റഡ് ആയി നമുക്കത് നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നല് വരിക, അല്ലെങ്കിൽ നമുക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല, അത്തരത്തിലുണ്ടാവുന്ന ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് നമുക്ക് ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ എന്തിനാ ഞാനിപ്പോ ജോലി ചെയ്യുന്നത്, എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു അമർഷം നമ്മുടെ ഉള്ളിലുണ്ടാവും. അതൊക്കെയാണ് ഫോമോ സിൻഡ്രോം. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഫോമോ സിൻഡ്രോം കൂടുതലാണ് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ആളുകൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ജിമ്മിൽ പോണ കാര്യം വിചാരിക്കും. ചിലപ്പോൾ നമ്മൾ കുറെ മാസങ്ങളായി ജിമ്മിൽ പോകണം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മളൊക്കെ ഇപ്പോൾ ഓഫീസിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ജിമ്മിൽ പോകാൻ സാധിച്ചില്ല. പക്ഷെ നമ്മുടെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ജിമ്മിൽ പോയി സ്റ്റാറ്റസ് ഇടുകയാണ്, ഗെറ്റിംഗ് ഫിറ്റ് വിത്ത് ജിം. അപ്പൊ നമുക്ക് അവള് വരെ ജിമ്മിൽ പോയി, ഞാൻ പോയില്ലല്ലോ, എനിക്കെന്തുകൊണ്ടാ പോവാൻ പറ്റാത്തെ? നമുക്ക് എല്ലാവർക്കും, എനിക്കോട് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന തോന്നലുകളാണ്. ഇതിന്റെ പേരാണത്രേ ഫോമോ സിൻഡ്രോം. ഇത് എന്താ പറയാ, ഏറ്റവും കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഫുഡിന്റെ കാര്യത്തിലാണ്. അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ യാത്രകളുടെ കാര്യത്തിൽ. അതെ, യാത്രകളുടെ കാര്യത്തിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലുമാണ് മെയിൻ ആയിട്ട്. കാര്യം നമ്മൾ ഈ രാത്രിയൊക്കെ ഇരുന്ന് റീലൊക്കെ കാണുമ്പോൾ അതിൽ ഫുഡ് വ്ളോഗേഴ്സ് ഫുഡിന്റെ വീഡിയോസ് ഒക്കെ ചെയ്ത് കാണുമ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് അന്നേരം ഭയങ്കരമായി ആഗ്രഹം മൂക്കും. ആ ഭക്ഷണം വാങ്ങി കഴിച്ചിരുന്നെങ്കിൽ. നമ്മൾ ഫുൾ ഫിൽഡ് ആയിട്ട് കിടക്കുവാണെങ്കിൽ പോലും പെട്ടെന്ന് വിശപ്പൊക്കെ വന്നു കളയും. പെട്ടെന്ന് വിശപ്പ് വരും, നമുക്ക് ആ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നും. മൊത്തത്തിൽ ആ ഒരു ക്രേവിങ്സ് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് എന്നുള്ളത്. അത് ആ വീഡിയോസിന് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിനെ ഇമ്പാക്റ്റ് എന്ന് പറയാം നമുക്ക്. ഇപ്പൊ പറഞ്ഞ പോലെ ഫോമോ സിൻഡ്രോം. അതെ, ഫോമോ സിൻഡ്രോം. യെസ്. അപ്പം ചിലര് ഷോപ്പ് ചെയ്തതിന്റെ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ അവർ ഇന്ന സാധനം വാങ്ങി എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഇടുമ്പോൾ നമുക്ക് തോന്നും, ഷോ അതെനിക്ക് വാങ്ങാൻ പറ്റുന്നത്. ചിലര് കാണാറില്ലേ, കാറൊക്കെ വാങ്ങി അതിന്റെ ഫോട്ടോ ഇടുമ്പോൾ ട്രിഗർ ചെയ്യണം നമ്മളെ. അതെ അതെ. അപ്പം അതേപോലെ തന്നെയാണ് ഈ യാത്രകളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് ഓരോ സ്ഥലങ്ങളിൽ പോയതിന്റെ ഫോട്ടോസ് അല്ലെങ്കിൽ അവരവിടെ പോയി കഴിഞ്ഞ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫോട്ടോ, ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടവും കൊതിയും ഒക്കെ വരും. നമുക്കും കൂടെ പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ എപ്പോഴാ പോവുക, നമുക്ക് ഭയങ്കര നിരാശ വരും എന്നുള്ളത് അതിന്റെ മറ്റൊരു വശമാണ്. ഒന്നുകിൽ നമ്മളത് ഭയങ്കര ഒരു തീയായിട്ട് എടുക്കും, അതായത് ഞാനും പോവും, ഞാനും ചെയ്യും. ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ജിമ്മിൽ പോണ കാര്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ അതിന് പോയി എന്നിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര നിരാശ വരും. യാത്രകളുടെ കാര്യമൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ, നമ്മുടെ ജോലി സമയം കഴിഞ്ഞ് നമുക്ക് സമയം കിട്ടുന്നില്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അപ്പം എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ കരുതി നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കും. അപ്പം എന്തായാലും എല്ലാവരുടെയും ഉള്ളിൽ ഈ ഒരു ഫോമോ സിൻഡ്രോം ഉണ്ട്, അല്ലെങ്കിൽ അത് ബാധിക്കപ്പെടുന്നുണ്ട് എല്ലാവരെയും എന്നുള്ളതാണ്. അതെ, ഈ സമൂഹ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഈ ഫോമോ സിൻഡ്രോമിനെ കുറച്ച് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പണ്ട് കാലത്ത് നമുക്ക് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുമ്പോഴൊക്കെയാണ് പോവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ തോന്നുക, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോഴാണ്. ഇന്ന് നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളുടെ സ്റ്റോറികളും പോസ്റ്റുകളും കാണുമ്പോൾ വരെ നമുക്ക് ഈ സംഭവം ഉണ്ടാവുകയാണെന്നതാണ്. കാരണം നമ്മളിപ്പോൾ ഈ കൊറിയൻ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് എനിക്ക് നമ്മളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. വളരെയധികം ഒച്ചയൊക്കെ ഉണ്ടാക്കി നമുക്കത് കഴിക്കാൻ തോന്നിപ്പോവും. നമ്മളെ ഫുഡി അല്ലെങ്കിൽ പോലും നമ്മളെ കഴിക്കാൻ തോന്നിപ്പിക്കുന്ന കുറെ വീഡിയോസ് ഉണ്ട് അങ്ങനത്തെ. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വെറുതെ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്ന ആൾക്ക് വിശപ്പ് വന്ന് എണീച്ച് ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. പക്ഷെ ഇതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആയിരിക്കാം. ഇന്നത്തെ കാലത്ത് ഈ ഫോമോ സിൻഡ്രോം കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാൻ, അത് വളർന്നു വരുന്നു, അല്ലെങ്കിൽ ആളുകളിൽ അത് കൂടുന്നു. ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ത്വരയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എന്താ പറയുക യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ള. ഈ ഫുഡ് ബ്ലോഗേഴ്സ് പിന്നെ എങ്ങനെയാണ് വളർന്നു വന്നത്, അല്ലെങ്കിൽ ഫുഡ് ബ്ലോഗിങ് എന്ന് പറയുന്ന സാധനം ഇത്രത്തോളം ക്ലിക്കായത് എങ്ങനെയാണ്? ആ ഒരു ഭക്ഷണത്തെ ഏത് രീതിയിൽ വെച്ചാൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ ക്യാപ്ചർ ചെയ്താൽ അത് എങ്ങനെ കഴിക്കുന്നു എന്നതിനെ ഏത് രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതിലൊക്കെ ആൾക്കാർ നന്നായി പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് നമ്മളെ ബൂസ്റ്റ് ഇത് നമ്മളിൽ ഉണ്ടാക്കുന്ന നിരാശ അത് ചില ആൾക്കാരിൽ ഭീകരമാണ് എന്നുള്ളതാണ്. കാരണം തന്നെ ഒന്നിനും കൊള്ളില്ല, തന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ആ രീതിയിൽ വരെ ചിന്തിക്കാൻ പോകുന്ന പ്രശ്നങ്ങളുണ്ട്.
ഒപ്പം തന്നെ ചില ആൾക്കാർ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ട് സ്റ്റാറ്റസുകൾ ഇടുന്നത് നമ്മൾ കാണാറുണ്ട്, എവിടേക്കെങ്കിലൊക്കെ പോകുന്നത്. ഇത് പല വീടുകളിലും മടി ഉണ്ടാക്കുന്നതിന് മെയിൻ കാരണമാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ എന്റെ ഹസ്ബൻഡിന് കൂടെ പുറത്തു പോവുകയാണ്. അപ്പൊ ഞാൻ ഇൻ മലേഷ്യ, ഇൻ ദുബായ്, അല്ലെങ്കിൽ ഇൻ ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ സ്റ്റാറ്റസ് ഇടുകയാണ്. ചിലപ്പോ ഇങ്ങനെ യാത്രാ താല്പര്യം ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടെന്നിരിക്കട്ടെ, അപ്പൊ അവർക്ക് ഇത് കാണും, കണ്ടോ ഇവള് ജീവിക്കുന്ന കണ്ടോ, നിങ്ങൾ ഇവിടെ ഇരുന്നോ, ആ രീതിയിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള വലിയ കാര്യങ്ങളും ഈ ഇൻസ്റ്റഗ്രാം മുതലായ സോഷ്യൽ മീഡിയകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലർക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ തടിച്ചവരെ അല്ലെങ്കിൽ മെലിഞ്ഞവരെ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അതാണ് പെർഫെക്റ്റ്, നമ്മൾ പെർഫെക്റ്റ് അല്ല, നമ്മൾ ഒന്നുകിൽ അതിനകത്തേക്ക് അറ്റൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഫിസിക്കലോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് വീണ്ടും നിരാശ വരും നമ്മുടെ ലൈഫിൽ എന്നുള്ളതാണ്. അങ്ങനെയും ഇത് ഈ ഒരു സിൻഡ്രോം. പക്ഷെ ഇതിൽ നിന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാനും ഇതേ സമൂഹ മാധ്യമങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതേ സമൂഹ മാധ്യമം തന്നെയാണ്, അല്ലെങ്കിൽ ഇതിലുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ് ഇതൊക്കെ നോർമലാണ്, തടിയുള്ളതും തടിയില്ലാത്തതും പ്രശ്നമല്ല, അല്ലെങ്കിൽ യാത്ര പോകുന്നതും പോവാത്തതും അല്ല, സ്നേഹമാണ് വലുത് എന്ന് പറഞ്ഞു വെക്കുന്നവരും ഉണ്ട്. സോ ഇത് നമ്മളെ പോസിറ്റീവായും നെഗറ്റീവായും ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇതില് പറഞ്ഞു പോകാൻ പറ്റുന്ന മറ്റൊരു പോയിന്റ് ആണ്, ഞാൻ മുന്നേ എനിക്കൊന്ന് ബാക്ക് ഡിബേറ്റിന് വേണ്ടിയിട്ട് തന്നെ ഗണേഷുമായിട്ട് ഒരു ചർച്ച എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ആപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഗെറ്റ് യുവർ ഫ്ലെക്സ്. ആ ആപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കോൺസേർട്ട് നടക്കുകയാണ്, ആ കോൺസേർട്ടിന് എനിക്ക് പോകണം, പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ലീവ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ കൂട്ടുകാരൊക്കെ ആ പ്രോഗ്രാമിന് പോവുകയാണെന്നിരിക്കട്ടെ, അപ്പൊ ഞാൻ പോയി എന്ന് വരുത്തി തീർക്കണം. അപ്പൊ ഞാൻ ഗൂഗിളിൽ നിന്നൊക്കെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കും അത്. പക്ഷെ ഈ ഗെറ്റ് യുവർ ഫ്ലെക്സ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടെങ്കിൽ, അതിൽ നമ്മൾ മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ ടാഗ് ചെയ്യും. എന്നുവെച്ചാൽ ആ ആപ്പല്ല നമ്മളെ ടാഗ് ചെയ്യുന്നത്, ആ പരിപാടിക്ക് പോകുന്ന ഏതെങ്കിലും ഒരാള് അവരുടെ സ്റ്റോറിയിൽ നമ്മളെ ടാഗ് ചെയ്യും. അത് നമുക്ക് മെൻഷൻ ചെയ്ത് നമുക്ക് സ്റ്റോറി ഇടാം. സോ എന്തായി, എല്ലാവരുടെയും മുന്നിൽ ഞാൻ ആ പരിപാടിക്ക് പോയിട്ടുണ്ട്, ഞാൻ ചിലപ്പോൾ വീട്ടിൽ കിടന്നുറങ്ങുമായിരിക്കും, അതല്ലെങ്കിൽ ഓഫീസിൽ പക്ഷെ അത് ഇന്ന് ഒരുപാട് പേർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ആപ്പ് വന്നു? ശരിയാണ്, ആ ആപ്പ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സിസ്റ്റത്തെ അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്രയോ പേര് ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ എത്രയോ പേര് ഇപ്പൊ മെമ്പർ ആയി കഴിഞ്ഞു. അത് അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റീസ് ആളുകളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. താൻ അങ്ങനത്തെ ഒരാളല്ലേ, തന്റെയിലും പൈസ ഉണ്ട് പോകാൻ, തനിക്ക് പോകാൻ പറ്റും, താൻ പോകുന്നതുണ്ട് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ്. പോകുക എന്നുള്ളതിനേക്കാൾ ഉപരി പോയി എന്ന് വരുത്തി തീർക്കുക, അതാണ് ഇന്ന് ഒരുപാട് പേര് ഇന്റൻഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഇവന് ഓരോ സ്റ്റാറ്റസ് ഇടും, ഓരോ സ്ഥലങ്ങളുടെ സ്റ്റാറ്റസ് ആണ്. അപ്പൊ ഞാൻ ഇവനെ ദിവസം കൊച്ചിയിൽ കാണുന്നുണ്ട്, ഇവൻ ഓരോ സ്ഥലത്തിന്റെ സ്റ്റാറ്റസ് ഇടുന്നു. ചോദിച്ചാൽ എന്താ നീ ഉദ്ദേശിക്കുന്നേ? അപ്പൊ എന്നോട് പറഞ്ഞു, നിനക്കല്ലേ അറിയുള്ളൂ, ഞാൻ നിന്റെ കൂടെ ജോലി ചെയ്യുന്നതുകൊണ്ട് നിനക്കറിയാം ഞാനിവിടെ ഉണ്ട് എന്ന്, പക്ഷെ എന്റെ ബാക്കി കൂട്ടുകാർക്ക് അറിയില്ലല്ലോ ഞാൻ ഇവിടെ ഉണ്ടെന്ന്. സോ അവര് വിചാരിച്ചോട്ടെ ഞാൻ പുറത്തു പോയിരിക്കുകയാണെന്ന്. ഈ ഫേക്ക് ചെയ്യുന്നത് നമുക്ക് എന്താ പറയാ, ആളുകളായി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് വേണം എന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആപ്പുകളും അല്ലെങ്കിൽ വെബ്സൈറ്റുകളൊക്കെ ആളുകൾ അതിനെ അവർ ട്രിഗർ ചെയ്യുന്നതും ഈ സമൂഹ മാധ്യമങ്ങളാണ്. ഇപ്പൊ ഈ പറയുന്ന ഫോമോ സിൻഡ്രോം അതിനല്ലായിരുന്നു അത്. ഇപ്പൊ അതും ഈ പറയുന്ന ഫോമോ സിൻഡ്രോമിന്റെ ഭാഗമാണ്. ഈ ഫോമോ സിൻഡ്രോമിന്റെ ഭാഗമായിട്ടുള്ള ട്രിഗറിങ് തന്നെയാണ് അവരെ കൊണ്ട് ഈ ഫേക്ക് ആക്കാനുള്ള രീതികളിലേക്ക് എത്തുന്നത്. ഇത്രയും ആളുകൾ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര്, ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ഫേക്ക് ആണെന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് ഈ സിൻഡ്രോം മേ ബി അത് നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മളെ അഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഈ ഫോമോ സിൻഡ്രോമിന്റെ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഈ ഉദാഹരണം ഉണ്ടല്ലോ, യാത്രകൾ പോവാ എന്നുള്ള, അതുപോലെയായിരുന്നു ഈ കഴിഞ്ഞ IFFK. എനിക്ക് പോകാൻ സാധിച്ചില്ല. അപ്പം പിന്നെ ഞാൻ ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്തവണത്തേന് ഞാൻ പോകണ്ട, അടുത്ത തവണത്തേന് പോകാമെന്ന് എനിക്ക് തന്നെ തോന്നി. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഭയങ്കരമായി സ്റ്റോറി ഇടുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, IFFKക്ക് പോയത്, അവനില്ലാത്ത കുറെ ഫോട്ടോകൾ, IFFK വേദികളുടെ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ, അവിടുത്തെ മറ്റേ ബാഗിന്റെ, അങ്ങനെ കുറെ ഫോട്ടോസ്. അപ്പം ഞാൻ ചോദിച്ചു, നീ പോയോ ഇത്തവണ? അപ്പൊ ആദ്യം ഒന്നും പറഞ്ഞില്ല. വീണ്ടും ഞാൻ കുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, ഞാൻ പോയില്ല. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെന്താ ഇത് എവിടുന്ന ഈ ഫോട്ടോസ്? അത് വേറെ ആൾക്കാരൊക്കെ എടുത്തിട്ട് ഞാൻ റീഷെയർ ചെയ്തതാ. റീഷെയർ അല്ല, അത് എടുത്തിട്ട് ഞാൻ ഇട്ടതാ. ഞാൻ ചോദിച്ചു, എന്താ പിന്നെ കൊണ്ട് ഉദ്ദേശിക്കണേ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ഭയങ്കര ആൾക്കാരുടെ ഇടയിലൊക്കെ, അതായത് നമ്മൾ ഈ പഠിച്ചതൊക്കെ ഫിലിം മേക്കിംഗ് ആയതുകൊണ്ട് ഈ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര ഫിലിം എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഞാൻ സംസാരിക്കുന്നതല്ലേ. അപ്പൊ ഞാൻ മിനിമം ഈ IFFKക്കെങ്കിലും പോയില്ലെങ്കിൽ പിന്നെ ഞാൻ അതല്ലെന്ന് ആൾക്കാർ ധരിക്കില്ലേ, അപ്പൊ പിന്നെ ഇമേജ് കീപ്പ് ചെയ്യണ്ടേ. ഒരു സോഷ്യൽ ഇമേജ്, അത് എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് റിയൽ ഇമേജിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇമേജ് ആണ് എന്നുള്ളതാണ്.
ഇതിനേക്കാളും അന്തസ് പോവാതിരിക്കുന്നതിനുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. തീർച്ചയായിട്ടും ഇത് ആലോചിച്ച് ഒരു കോൺസെർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ സിംഗറുടെ പാട്ട് കേൾക്കാനൊക്കെയാണ് കോൺസെർട്ടുകൾക്ക് പോകുന്നത് അല്ലെ. അത്രയും എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പോ നമ്മൾ പോകുന്നുമില്ല എന്ന് പോയോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവരോട് ആരെങ്കിലും വന്നിട്ട് ഇപ്പൊ ഈ അനുപമയുടെ സുഹൃത്തിനെ പറഞ്ഞു ഇയാളോട് പോയിട്ട് ഈ കഴിഞ്ഞ IFFK സ്ക്രീൻ ചെയ്ത് ഏതെങ്കിലും സിനിമയെ കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയും? ഒരു അക്ഷരം അറിയില്ല, മിണ്ടാൻ പറ്റത്തില്ല. അത് അപ്പൊ നമ്മൾ ലിബിനായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാ? ഞാൻ പൊതുവെ എനിക്ക് അങ്ങനെ എനിക്ക് ഇതുവരെ അങ്ങനെ അവസരം വന്നിട്ടില്ല. ഇനി ഫേക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചിന്തിക്കുന്ന കാര്യം അതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളോട് നുണ പറയുകയാണ് എന്ന് വിചാരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു റീസണിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളോട് നുണ പറയേണ്ടി വരികയാണ്. നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോയി എന്ന് നുണ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അയാൾ അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളോട് നിന്ന് കാര്യം പറയുന്നത്? എന്തെങ്കിലും അയാളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊരു അവസ്ഥയായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം ഫോബിയകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റല്ല, ഫോബിയയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. അതെ.